മറ്റു ചോദ്യം, നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാം അറിയുന്ന ഒരു മനുഷ്യനെ ഒക്കെ അറിയാം, എല്ലാം അറിയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. എനിക്ക് എല്ലാം അറിയാം, എൻ്റെ തീരുമാനമാണ് ശരി, എനിക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിഥ്യാധാരണ. കാരണം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, അല്ലെ? അറിയാത്തത് അതിനേക്കാൾ അനന്തമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്താണ്? ഈയിടെ ഒരു ടെലിസ്കോപ്പിലെടുത്ത ഒരു ഇമേജ്, പ്രപഞ്ചത്തിൻ്റെ ഇമേജിലൊരു കുത്ത് ഞാൻ കണ്ടപ്പോൾ, അതായത് തരിതരിന്ന് അറച്ചു കുത്ത്. അത് ഞാൻ ഒരു കുത്ത് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ ഭൂമിയോ ഒന്ന് അല്ല പോലും, നമ്മുടെ ഗാലക്സിയാണ്. അവിടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്, അതായത് സൂര്യനേക്കാളൊക്കെ ആയിരക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഗാലക്സി, ട്രില്യൺസ് ഓഫ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയോ? ചൊവ്വ എന്നുള്ള ഒരു ഗ്രഹത്തെക്കുറിച്ച് നമ്മൾ, അല്ലേ, നമുക്ക് അറിയാത്തത് അനന്ത. ഓക്കെ, ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലോ നമ്മളല്ലേ. നമ്മൾ എടാ നായ എന്നൊക്കെ വിളിക്കൂലേ? നായ എന്ന് നമ്മൾ ചെറുതായിട്ട് കാണണം. ആ നായക്ക് മനുഷ്യനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ശക്തമായി മണം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, അല്ലേ? ഒരു പരുന്തിന് നമ്മൾ കാണാത്ത ദൂരം, അതായത് 1 കിലോമീറ്റർ അപ്പുറം വരെയുള്ള ചെറിയൊരു എലിനെ പോലും വ്യക്തമായിട്ട് കാണാൻ കഴിയും. വവ്വാലുകൾ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരുട്ടിൽ പോലും വഴി കണ്ടെത്തും, അല്ലെ? തേനീച്ചകൾ നമുക്ക് കാണാൻ കഴിയാത്ത അൾട്രാ വയലറ്റ് പാറ്റേണുകൾ കാണും. അതായത് നമ്മുടെ കണ്ണുകൾ കാണുന്നത് മാത്രമല്ല യാഥാർത്ഥ്യം, നമ്മുടെ ചെവികൾ കേൾക്കുന്നത് മാത്രമല്ല ശബ്ദം, നമ്മുടെ ബുദ്ധി മനസ്സിലാക്കുന്നത് മാത്രമല്ല സത്യം. ഇത് തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മുടെ യഥാർത്ഥ വിവരത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ തുടക്കം. ശാസ്ത്രത്തിൽ ഒരു ആശയമുണ്ട്, കോഗ്നിറ്റീവ് ബയസ്. അതായത് നമ്മുടെ ബ്രെയിൻ പലപ്പോഴും യാഥാർത്ഥ്യത്തെ മുഴുവൻ കാണുന്നില്ല, അതിനിഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം കാണും. അങ്ങനെ അത് വെച്ചൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് ഒരേ സംഭവം കണ്ട 2 ആൾക്കാർ 2 വ്യത്യസ്ത നിഗമനങ്ങളിൽ എത്തുന്നത്. അതിനാൽ എൻ്റെ കാഴ്ചപ്പാടാണ് മുഴുവൻ സത്യമെന്ന് വിശ്വസിക്കുന്നതിന് പകരം എനിക്കറിയാത്തതും ഉണ്ടാകാം എന്ന് പറയാൻ കഴിയുന്നത് അത് ബലഹീനതയല്ല, അതിനാണ് പക്വത എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയ ആത്മീയമായിട്ടുള്ളൊരു കാര്യം പറയാം. പല മതങ്ങളിലും നന്ദി പറയാൻ പഠിപ്പിക്കണ്ടല്ലേ? അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തുതി, അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തോത്രം, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ വാക്കുകൾ വെറും മതപരമായ ആചാരങ്ങളാണോ? അവ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിശീലനമാണ്. കാരണം നന്ദി പറയുന്ന നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് മാറുന്നു. അതായത് നന്ദി ഇപ്പോൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ മോശം കാര്യങ്ങളെ കുറിച്ചിട്ടല്ലല്ലോ നമ്മൾ ചിന്തിച്ചിട്ട് നന്ദി പറയാം, അല്ലേ? പ്രശ്നങ്ങളെ നോക്കിയിട്ടാണോ നമ്മൾ നന്ദി പറയാം? ആ പ്രശ്നങ്ങളിൽ നിന്ന് സാധ്യതകളിലേക്ക് നമ്മുടെ ബ്രെയിനെ റീഷിഫ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ലോകം തന്നെ മാറ്റുന്ന പദമാണ് താങ്ക്സ്. ഇത് നിങ്ങളുടെ ചിന്തയുടെ ദിശ തന്നെ മാറ്റും, നമ്മുടെ ലോകം മാറ്റും. ഇതുകൊണ്ട് ജീവിതത്തിൽ ദുഃഖം വരില്ല എന്നുള്ളതല്ല, പരാജയം വരില്ല എന്നതുമല്ല. പക്ഷേ ഒരു സംഭവത്തിൽ ഇതിൽ നിന്ന് എന്ത് എനിക്ക് പഠിക്കാം എന്ന് ചോദിക്കാൻ നിങ്ങൾ തുടങ്ങും. അപ്പോൾ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പുള്ളിയുടെ വളരെ പ്രയാസകരമായിട്ടുള്ള, അതായത് സാർ എന്തെങ്കിലും ഒന്ന് പറ, എനിക്കൊരു ഊർജം കിട്ടി അതിൻ്റെ പുറത്ത് ഇന്നത്തെ ദിവസം എനിക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പ്രശ്നം അത്രക്കും രൂക്ഷമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അയാൾ യു ആർ ലക്കി എന്നാണ്. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു പ്രശ്നം ആണ് നമ്മൾ കാര്യം പഠിപ്പിക്കുന്നത്, വലിയ പ്രശ്നമാണെങ്കിൽ അത് വലിയ കാര്യം പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് തുടങ്ങാമല്ലോ, കാരണം അല്ലാതെ വേറെ വാഴ്ചയില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നേരെ വരാനുള്ളത് അവിടെ കാത്തു നിൽക്കട്ട്, അത് വരാണ്ടിരിക്കുന്നില്ല. ഓരോന്നിനോടും താങ്ക്സ് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. ഇതിൽ നിന്ന് എന്ത് പഠിക്കാമെന്നുള്ളത് മാത്രം, ഒരു പ്രശ്നം വന്നാൽ ഇതിൽ നിന്ന് എന്ത് പഠിക്കാം എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ അതാണ് നമ്മുടെ വളർച്ചയുടെ തുടക്കം. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അല്ലേ? പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുത്തൂടെ? ഒരാൾക്ക് നമ്മൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി തീരുമാനിക്കാം, പക്ഷേ ടെൻഷൻ അടിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കണോ ആരാ? നമ്മളല്ലേ. ഇപ്പോൾ ഗാന്ധിജിൻ്റെ മുഖത്ത്, ഗാന്ധിജിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ ആഞ്ഞടിച്ച് ഗാന്ധിജി അപ്പം മറ്റേ മുഖം കാണിച്ചു കൊടുത്തതിൻ്റെ കാരണം എന്താ? യു കാൺ ഹേർട്ട് മീ, നിനക്ക് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. അതോടെ അയാൾ താഴ്ത്തിയില്ലേ, അയാൾ പിന്നെ അടിച്ചോ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി. ഞാൻ രാവിലെ ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു കാര്യം ഇതാണ്, പോസിറ്റീവായി ചിന്തിക്കാൻ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്, ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുക. കാരണം യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന മനുഷ്യനാണ് അതിനെ മാറ്റാൻ തുടങ്ങുന്നത്. അല്ലാതെ നമ്മുടെ പ്രശ്നമൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിട്ട് അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറും. ഇതിൽ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ടാസ്ക്കായിട്ട്
എന്നൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ഒരു പരാജയം, നിങ്ങളെ വേദനിപ്പിച്ച ഒരു സംഭവങ്ങൾ എഴുതുക. എന്നിട്ട് അതിനിടയിൽ 3 ചോദ്യങ്ങൾ എഴുതുക. ഈ സംഭവത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇത് എന്നെ ഇങ്ങനെ കൂടുതൽ ശക്തനാക്കി. 5 വർഷം കഴിഞ്ഞ് ഇതിന് മറ്റൊരു അർത്ഥം ഉണ്ടാകുമോ? ഈ പഠിച്ച പാഠം വെച്ച ഒരു പോക്കങ്ങോട്ട് പോയാണ്ടല്ലോ, 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ താങ്ക്സ് പറയും. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിനുശേഷം ഒരു വാചകം അതിൻ്റെ ഇടയിൽ എഴുതുക. ഈ അനുഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള അവസരത്തിന് ഞാൻ നന്ദിയുള്ളവരാണ്. ഈ അനുഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള അവസരത്തിന് എനിക്കൊരു അവസരം കിട്ടിയല്ലോ, പഠിക്കാനൊരു അവസരം കിട്ടിയല്ലോ, അതിന് എനിക്ക് നന്ദിയുണ്ട്. ഇങ്ങനെ നിങ്ങൾ വിശ്വാസിയായല്ലേ, അത് എല്ലാറ്റിനും അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറ്റി തുടങ്ങും. ഇനി ഒരു കാര്യം, വിജയം എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം സമ്പാദിക്കലാണോ? അങ്ങനെയാണെങ്കിൽ പണമുള്ള എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം, അല്ലേ? പക്ഷേ യഥാർത്ഥം അങ്ങനെയാണോ? ചിലർക്ക് പണമുണ്ട് പക്ഷേ ആരോഗ്യമില്ല, ചിലർക്ക് ആരോഗ്യമുണ്ട് പക്ഷേ ബന്ധങ്ങളില്ല, ചിലർക്ക് ബന്ധങ്ങളുണ്ട് ഉള്ളിൽ സമാധാനമില്ല. അപ്പോൾ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതം തകരാതെ വിജയിക്കണമെങ്കിൽ 4 അടിസ്ഥാന തൂണുകൾ ശക്തമായിരിക്കണം. ആ 4 തൂണുകൾ എന്തൊക്കെയാ? എന്തുകൊണ്ടാണ് പലരും ഒരു തൂൺ മാത്രം ശക്തമാക്കി? 4 തൂണുകൾ എന്തൊക്കെയാ? എന്തുകൊണ്ടാണ് പലരും ഒരു തൂൺ മാത്രം ശക്തമാക്കി ബാക്കിയുള്ളവ നഷ്ടപ്പെടുത്തിയിട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? കാരണം സമ്പൂർണ്ണ വിജയം, കംപ്ലീറ്റ് സക്സസ്, ഒരു മേഖലയിൽ ജയിക്കുന്നതല്ല, ജീവിതം മുഴുവൻ സമതുലിതമായി വളരുന്നതാണ്. സോ വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് എപ്പിസോഡ്.